വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. എല്ലാവരും വേൾഡ് കപ്പ് ഫീവറിലാണെന്ന് അറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്ലബിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാരണം ട്രാൻസ്ഫർ വിൻഡോ ഭയങ്കര എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷൻ പിടിച്ചൊരു ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ബേസിക്കലി. അതിൽ തന്നെ നമ്മൾ എഡേഴ്സിന് സൈൻ ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര എന്താ പറയുക, ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജൂൺ സ്റ്റാർട്ട് ആവുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ ഒരു പ്ലെയർ നമ്മൾ സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിയർവിഗോ വരുന്നു. കഴിഞ്ഞ വർഷം കുഞ്ഞിനെ നമ്മൾ റിലീസ് ക്ലോസ് കൊടുത്ത് സൈൻ ചെയ്തിട്ടാണ്. പക്ഷേ എഡേഴ്സ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൈസിന് കൊണ്ടുവരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇൻഫ്ലേറ്റ് ആവുന്നു. 80, 100, അതായത് UCL ഫുട്ബോളൊന്നും കളിക്കാത്ത പ്ലേയേഴ്സിന് വരെ 100, 150 ചോദിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ടൈമിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആൻഡേഴ്സിന് മിസ്സായി. സ്വാഭാവികമായിട്ടും ഒരു കിടലൻ പ്ലെയറാണ്, ഒരു കിടലൻ മിഡ്ഫീൽഡറാണ്. അത് ഏത് ക്ലബ്ബ് പോയാലും അവൻ ക്ലിക്കാവും. അത് പോകുന്നത് നമ്മുടെ റൈവൽസ് ആയിട്ടുള്ള സിറ്റിയിലോട്ടാണ്. അപ്പോൾ അത് ഒരു വിഷമം അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന് കൂട്ടത്തിൽ നമ്മൾ പിന്നെ കേട്ടൊരു പേര് മത്തിയാസ് ഫെർണാണ്ടസ് ആയിരുന്നു. മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ ടോക്സ് നടത്തുന്നു. ഇപ്പോൾ ഒരു 3 ആഴ്ച 4 ആഴ്ചയായിട്ട് ടോക്സ് വരുന്നു. പേഴ്സണൽ ടേംസ് അഗ്രീഡ് ആണ്. മത്തിയാസ് ഫെർണാണ്ടസിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ പലതും കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് വലിയ ന്യൂസ് ഇല്ല. അപ്പോൾ പല ആൾക്കാരും ഫ്രസ്ട്രേഷനാണ്. ഞാൻ പണ്ടേ പറഞ്ഞ സംഭവമുണ്ട്, ഞാൻ സെപ്റ്റംബർ 1 ഒരു വെയിറ്റ് ചെയ്യും. കാരണം അന്നാണ് എനിക്ക് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ. അപ്പോൾ സെപ്റ്റംബർ 1 വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ട്രാൻസ്ഫർ വിൻഡോനെ. അപ്പോൾ നമ്മുടെ പ്രീ സീസൺ ഇപ്പോൾ ജൂലൈ 15 സ്റ്റാർട്ടാകാൻ പോവുകയാണ്. എനിക്കാണ് വേൾഡ് കപ്പിൽ കളിക്കാത്ത പ്ലേയേഴ്സൊക്കെ പ്രീ സീസണിൽ പോകണം. അപ്പോൾ എഡേഴ്സിന് എന്തായാലും ജോയിൻ ചെയ്യില്ല. കാരണം ഐ തിങ്ക് ബ്രസീൽ വിൽ ഗോ. എനിക്കറിയില്ല ബ്രസീൽ ഏതൊരു പോകുന്നുള്ളതായി. ഐ എക്സ്പെക്ട് ദം ടു ഗോ അൺടിൽ സെമി ഫൈനൽ. സോ എന്തായാലും എഡേഴ്സിന് വരാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ പറയത്തക്ക ഒരു പ്ലെയർ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മത്തിയാസ് ഫെർണാണ്ടസ് പോക്ക് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മത്തിയാസ് ഫെർണാണ്ടസിനെ യുണൈറ്റഡ് സൈൻ ചെയ്യുമോ, അതോ PSG, റയൽ മാഡ്രിഡ്, ഇപ്പോൾ ടോട്ടനാമിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ടോട്ടനാം, ആർസണൽ, ഇങ്ങനത്തെ ടീംസാണ് സൈൻ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കോമൻറ്റ് ചെയ്യുക. എങ്ങോട്ടാണ് മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ പോക്ക്? തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷെയർ ചെയ്യുക വീഡിയോ ബാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും. അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് താഴെ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലതരം ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 85 മില്യൺ പൗണ്ട്സാണ് വെസ്റ്റ് ഹാമിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അതൊരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് പബ്ലിക്കായിട്ട് അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം ടോട്ടനാം, അതായത് കഴിഞ്ഞ 2 സീസണിൽ 17ാമത് ഫിനിഷ് ചെയ്ത ടോട്ടനാം, കഴിഞ്ഞ സീസണിൽ കഷ്ടിച്ച് റെലിഗേഷൻ മിസ്സായ ടോട്ടനാം 85 മില്യൺ പൗണ്ട്സ് ഫെർണാണ്ടസ് ഞങ്ങൾ പേ ചെയ്യും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് കാണുന്നത്. അത് ക്രിസ് ഫീലർ ഇപ്പോൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതിന് കൂടെ മുമ്പ് പറഞ്ഞൊരു കാര്യം, മത്തിയാസ് ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വാല്യുവേഷൻ്റെ അണ്ടറിൽ നിൽക്കുന്നൊരു പ്ലെയർ ആണെന്നുള്ളതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ 85 മില്യൺ പൗണ്ട്സ് ഒരു സ്പെൻഡ് ചെയ്യാം മത്തിയാസ് ഫെർണാണ്ടസിന് വേണ്ടി എന്നുള്ളതാണ് മൂപ്പർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കലും മത്തിയാസ് ഫെർണാണ്ടസിന് 85 മില്യൺ പൗണ്ട്സ് ഒറ്റയ്ക്ക് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ജൂൺ ലാസ്റ്റ് വരെ മിക്കവാറും ഈ പോക്ക് ഇങ്ങനെ പോകും. പല ടീംസും ഇൻട്രസ്റ്റഡ് ആണ്. ടോട്ടനം ഇപ്പോൾ ബിഡ് ചെയ്യും, നാളെ ബിഡ് ചെയ്യും. ടോട്ടനം ഇതാ ബിഡ് ചെയ്തു, അത് റിജക്റ്റ് ആയി, ഇനിയും ഒരു ബിഡ് വരും എന്നൊക്കെ പല ന്യൂസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് അട്ടർ നോൺസെൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 3 ആഴ്ചയായിട്ട് 4 ആഴ്ചയായിട്ടും അല്ലെങ്കിൽ 4 വീക്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നെഗോസിയേഷനിൽ എന്തുകൊണ്ടൊരു ബിഡ് പോലെ ഒരു ഇട്ടില്ല? ശരി, മേ ബി വെസ്റ്റ് ഹാം ആക്സെപ്റ്റ് ചെയ്തൊരു ബിഡായിരിക്കും, ഒരു 55, 60, ശരി പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ എന്തുകൊണ്ടൊരു ബിഡ് പോലും ഇടുന്നില്ലെന്ന ചോദ്യം പല ഫാൻസും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിനെ കാണുന്നത് ഒരു എംബൂമോ അതേ ട്രാൻസ്ഫർ സാഗയായിട്ടാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മൾ എംബൂമോനെ സൈൻ ചെയ്ത് നോക്കുന്നത്. അന്നും ഇതുപോലെ ടോട്ടനം ചാടി വീഴുന്നു. ഫസ്റ്റ് ന്യൂകാസിൽ വന്നു. ന്യൂകാസിൽ പിന്നെ അവർക്ക് താല്പര്യമില്ല പറഞ്ഞു, കാരണം എംബൂമ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ടോട്ടനം വരുന്നു. അതിനുശേഷം ടോട്ടനം ഒരു ബിഡ് ഇടാൻ പോകുന്ന ന്യൂസ് വരുന്നു. 70 മില്യൺ പൗണ്ട്സ് വരെ ടോട്ടനം ചിലവാക്കാം എന്ന് ന്യൂസ് വരുന്നു. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞിരുന്നത് ഞങ്ങൾ 65 മില്യൻ്റെ മുകളിൽ പോവില്ല എംബൂമയ്ക്ക് എന്നുള്ളതായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ നമ്മൾ 70 മില്യൺ കൊടുത്തുകൊണ്ട് എംബൂമനെ കൊണ്ടുവരുന്നു. അതേ സംഭവം അല്ലേ ഇവിടെ റിപ്പീറ്റ് ആവുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻഡ് അതേ പാറ്റേൺ എനിക്ക് കാണുന്നത്. നമ്മളൊരു പ്ലെയറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈൻ ചെയ്യുന്നു, കുനിയ വന്ന പോലെ എഡേഴ്സും വരുന്നു. രണ്ടാമത്തെ പ്ലെയർക്ക് വേണ്ടി നമ്മൾ ഒരു 1.5 മാസം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നെഗോസിയേഷൻ സ്മാർട്ട്നെസ് ആണോ അതോ നോൺസെൻസ് ആണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കോമൻറ്റ് ചെയ്യുക. മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ കേസിൽ ഇനി എൻ്റെ ഒരു പ്രഡിക്ഷൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടോട്ടനാമിന് 85 മില്യൺ പേ ചെയ്യാനുണ്ട്, 85 മില്യൺ പൗണ്ട്സ് പേ ചെയ്യാനുണ്ട് മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ മുകളിലെങ്കിൽ
തീർച്ചയായിട്ടും അവർക്ക് പേ ചെയ്യാം. അതിന് കൂടെ ഞാൻ നോക്കിക്കാണുന്ന സംഭവം, മത്തിയസ് ഫെർണാണ്ടസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, ആഴ്സണൽ, PSG എന്ന ടീമുകളിലോട്ടല്ല സ്പേഴ്സിലോട്ടാണ് പോകുന്നതെങ്കിൽ അവൻ്റെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. കാരണം ഇവർ 2 വട്ടം റെലിഗേറ്റ് ഒരു പ്ലെയറാണ് ബേസിക്കലി. അങ്ങനത്തെ ഒരു പ്ലെയർക്ക് ഒരു ക്ലബ്ബും ഒരു ടോപ്പ് ക്ലബ്ബും വന്നിട്ട് അൺലെസ് ആ ക്ലബ്ബ് വളരെ പാനിക് മോഡിലാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് 85 മില്യൺ പൗണ്ട്സ് ഇതിന് മുകളിൽ ചിലവാക്കുള്ളൂ. യുണൈറ്റഡിന് മിഡ്ഫീൽഡ് റിബിൽഡ് വേണം, തീർച്ചയായിട്ടും വേണം. നമുക്ക് നടക്കേണ്ട ഒരു സംഭവമാണ് മിഡ്ഫീൽഡ് റിബിൽഡ്. പക്ഷേ 85 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട് ഒരു മാർക്കി സൈനിങ് ആയിട്ട് മത്തിയസ് ഫെർണാണ്ടസിനെ കൊണ്ടുവരണമോ എന്ന ചോദ്യമാണ് പല ഫാൻസും ചോദിക്കുന്നത്. ഇനി ഇവരെ കൊണ്ടുവന്നാൽ ഇവൻ നമ്മുടെ മാർക്കി സൈനിങ് ആണ്. പിന്നെ ഇങ്ങോട്ട് ചൗമീനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഗാ മണി സൈനിങ് അല്ലെങ്കിൽ ഒരു മെഗാ നെയിം സൈനിങ് നടക്കാൻ പോകുന്നില്ല, എൻ്റെ ഒപ്പീനിയനിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഒരു സൈഡിൽ ചൗമീനി ഉണ്ട്, ഒരു സൈഡിൽ മത്തിയസ് ഫെർണാണ്ടസ് ഉണ്ട്, ആരെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന ചൗമീനിനെ അറിയാം, എർലിയൻ ചൗമീനിനെ റയൽ മാഡ്രിഡിൽ നിന്ന്. കാരണം ഫോർ മീ മത്തിയസ് ഫെർണാണ്ടസിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ് ചൗമീനി ആയിരിക്കും മാഞ്ചസ്റ്ററിന്. അതിപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് കാരിക്കിന് സിസ്റ്റം 2-8 വെച്ചിട്ടാണ് കളിക്കുന്നത്, ഒരു നമ്പർ 6 ഇല്ലാതെ 8 വെച്ചിട്ടാണ് കളിക്കുന്നത്, അപ്പോൾ ചൗമീനി വേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം, നമ്മുടെ മിഡ്ഫീൽഡ് അടുത്ത സീസണിലോട്ട് മത്തിയസ് ഫെർണാണ്ടസും കോബി മൈനോ ആണെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവും. പല ട്രാൻസിഷനിൽ നമുക്കെതിരെ ഗോൾ അടിക്കാൻ പല ടീംസ് ഉണ്ടാവും, അവരടിക്കും ചെയ്യും, നമ്മൾ അങ്കലാപ്പിലാവും, പല കളികൾ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കാരിക്ക് ഡിഫൻസീവ് മോഡിൽ നമ്പർ 6 വെച്ച് കളിപ്പിക്കാൻ നോക്കും. അന്ന് നോക്കുമ്പോൾ നമ്പർ 6 ഉണ്ടാവില്ല. കാരണം നമ്മുടെ ടീമിന് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഒരു നമ്പർ 6 മസ്റ്റാണ്. അത് കസമിറോ കൊടുത്തത് നമ്പർ 6 റോളിലാണ്. ഈവൻ ദോ കസമിറോ പലപ്പോഴും നമ്പർ 8 കളിച്ചെങ്കിലും കസമിറോ നമ്പർ 6 ഉള്ളത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ടീമിന് ബാലൻസ് ഉണ്ടായിരുന്നത്. ആ ബാലൻസ് കാരിക്കിന് മസ്റ്റാണ്. അത് കിട്ടണമെങ്കിൽ ചൗമിനി പോലത്തെ പ്ലെയർ വന്നേ വരുള്ളൂ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ആ 80 മില്യൺ പൗണ്ട്സ് ചൗമിനിയുടെ മുകളിൽ ചിലവാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കോമെൻറ്റ് ചെയ്യുക. പിന്നുള്ളൊരു ന്യൂസ് ലൂയിസ് ഹോളിൻ്റെ കേസാണ്. ലൂയിസ് ഹോളിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പല റിപ്പോർട്ട്സും കേട്ടത് ലൂയിസ് ഹോൾ യുണൈറ്റഡിൽ വരും, ലൂയിസ് ഹോൾ ന്യൂ കാസിൽ വിടാൻ ഇൻട്രസ്റ്റ് ആയി നിൽക്കുകയാണ്, വിതുമ്പി നിൽക്കുകയാണ് ന്യൂ കാസിൽ വിടാൻ, വിതുമ്പി നിൽക്കുകയാണ് യുണൈറ്റഡിലോട്ട് വരാമെന്നൊക്കെയാണ് ന്യൂസ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് പ്രകാരം ലൂയിസ് ഹോൾ നമ്മൾ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഒരു മെഗാ മണി സൈനിങ് അങ്ങോട്ട് മാഞ്ചസ്റ്റർ നടത്തില്ലെന്നാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ആലോചിക്കുന്നത്, ഇവിടെ ആരാണ് ന്യൂ കാസിൽ, ആരാണ് മാൻ യുണൈറ്റഡ്? അത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആരാണ് ബിഗ് ക്ലബ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിഗ് ക്ലബ്ബ് ആണെങ്കിൽ ഒരു 300 മില്യൺ 350 മില്യൺ ഈ സീസണിൽ സ്പെൻഡ് ചെയ്യണം, ഈ സമ്മറിൽ സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ 3rd ഫിനിഷ് ചെയ്ത ടീമാണ്. നമ്മുടെ ആക്ച്വലി ഉദ്ദേശം എന്താണ്? അടുത്ത സീസണിലോട്ട് എന്താണ് ഉദ്ദേശം? നമുക്കറിയാം ഫാൻസിന് വേണ്ടത് സെക്കൻഡ് ആവണം, ഫസ്റ്റ് ആവണമെന്നാണ്. പക്ഷേ ഓണർഷിപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? ബാക്ക് ടു യൂറോപ്പ് ലീഗ് പോകണമെന്നാണോ? കാരണം അങ്ങനത്തെ ടൈപ്പ് ന്യൂസാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഞാനിതൊരു ലൂയിസ് ഹോളിനെ വെച്ചിട്ട് ഒരു മത്തിയസ് ഫെർണാണ്ടസിൻ്റെ പേര് വെച്ചിട്ട് പറയുന്നതല്ല. എത്രയോ ടാർഗറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവാണ്. ആൻഡേഴ്സൺ ഓക്കെ, പേ ചെയ്യാൻ പറ്റില്ല, മെഗാ മണി മനസ്സിലാക്കാം. ടൊണാലി മെഗാ മണി ഓക്കെ മനസ്സിലാക്കാം. മത്തിയസ് ഫെർണാണ്ടസിന് മെഗാ മണി, വേർ ഇസ് നെഗോസിയേഷൻസ്? ലൂയിസ് ഹോളിന് മെഗാ മണി. ഇന്നത്തെ മാർക്കറ്റിലെല്ലാം മെഗാ മണി സൈനിങ്സ് ആണ്. ഒരിക്കലും ഇവരെന്താ വിചാരിക്കുന്നത്, ന്യൂനോ മെൻഡസിന് 25 മില്യൺ പൗണ്ട്സിന് കൊണ്ടുവരാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഹക്കീമിനെ പോയിട്ട് 10 മില്യൺ മേടിക്കാൻ പറ്റുന്നു? നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി എല്ലാ ആഴ്ച തോറും വീക്കായി വരികയാണ്. ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ളത് സമ്മർ സോൾട്ട്, സാഡ് ബർഗർ, ബബ്ലി, അതായത് സമ്മർ വില്ല്, സാൻഡർ ബർഗർ, ബലേബ. ഇവരെ ഞാൻ വിളിക്കുന്നത്, ബലേബനെ ഞാൻ ബബ്ലി എന്നാണ് വിളിക്കുന്നത്, സമ്മർ സോൾട്ടിനെ ഞാൻ സമ്മർ വില്ലിനെ വിളിക്കുന്നത്, സാൻഡർ ബർഗറിനെ സാഡ് ബർഗർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കേട്ട് കാണാം. ഇനി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് അവർക്കുള്ള വിളിപ്പേര്. കാരണം ക്വാളിറ്റി ഡിഫറൻസ് ആയതുകൊണ്ടാണ്. അവരെ കളിയാക്കി പറയുന്നതല്ല, റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്നതല്ല. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബ്, ഒരു ബിഗ് ക്ലബ്ബ്, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൽ ഫിനിഷ് ചെയ്ത ക്ലബ്ബ്, നെക്സ്റ്റ് സീസണിൽ ടൈറ്റിൽ അടിക്കണം എന്നൊരാഗ്രഹം വേണ്ട ഒരു ക്ലബ്ബ് സൈൻ ചെയ്യേണ്ട പ്ലേയേഴ്സ് അല്ല ഇവർ 3 പേരും. ശരിയാണ്, സമ്മർവിൽ വേൾഡ് കപ്പിൽ മേ ബി 2-3 ഗോൾ അടിച്ച് കാണും. പക്ഷേ ഇതിൽ എത്ര പേർക്ക് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യണം. എത്ര പേരാണ് സമ്മർവില്ലിൻ്റെ കളി കണ്ട് വാവ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ? എത്ര ഗെയിമിൽ നിങ്ങൾ കണ്ടു സമ്മർവില്ലിൻ്റെ? എത്ര ഗെയിമിൽ നിങ്ങൾ സമ്മർവില്ലിനെ അടിപൊളി എന്ന് പറഞ്ഞു ഒരു ഗെയിമിൽ? അതേപോലെ തന്നെ സാൻഡർ ബേർജിനെ, ബലേബേനെ. അപ്പം നമ്മൾ ആൻഡേഴ്സൺ ചൗമിനി തുടങ്ങി, മത്തിയസ് ഫെർണാണ്ടസിൽ വന്നു, സ്റ്റില്ലറിലോട്ട് വന്നു, ആഡം വാട്ടിലോട്ട് വന്നു, അലക്സ് സ്കോട്ടിലോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാൻഡർ ബേർജിലാണ്. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർക്കോ, അല്ലെങ്കിൽ മറ്റേ മുംബൈ ഇതിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർക്കോ, ISL മിഡ്ഫീൽഡേഴ്സോ, അതോ ചൈനീസ് ലീഗിൽ കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സോ? കാരണം നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ കുളമാകുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഐ എം നോട്ട് പാനിക്കിങ്, ഐ എം നോട്ട് ബീങ് നെഗറ്റീവ്, ഐ എം ടോക്കിംഗ് ഓൺലി റിയാലിറ്റി. നമ്മളൊക്കെ ഹാപ്പിയാണ്, 3rd ഫിനിഷ് ചെയ്ത് ഹാപ്പിയാണ്. പക്ഷേ ഈ പോക്കാണെങ്കിൽ അടുത്ത സീസണിൽ ഇമ്മാതിരി റിക്രൂട്ട്മെൻറ്റാണ് നമ്മൾ നടത്താൻ പോകുന്നതെങ്കിൽ
കാരിക് വിൽ ബി എക്സ്പോസ്ഡ്, കാരിക് വിൽ ബി സാക്ഡ് ബൈ നവംബർ. ഒരു സംശയം വേണ്ട. ഇവിടെ പല ആൾക്കാരും പറയും ഞാൻ കാരിക് ഫാൻ അല്ല, ഞാൻ ഒരാളുടെ ഫാനല്ല, ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പോക്കാണ് പോകണമെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 പേരാണ് ആഫ്റ്റർ എഡേഴ്സിന് വരാൻ പോകുന്നതെങ്കിൽ വി വിൽ നെവർ ബി എ ടോപ്പ് ക്ലബ്. നമ്മൾ സത്യം പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നൊരു മിഡ് ടേബിൾ ക്ലബ് മെൻറ്റാലിറ്റിയിലാണ്. വി ആർ ഫക്കിംഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആക്ട് ലൈക്ക് എ ബിഗ് ക്ലബ്. ഇനിയോസ് ആണെങ്കിലും ഐ ഡോണ്ട് കെയർ ഹൂ ഇസ് ദ ഓണേഴ്സ്, ഐ ഡോണ്ട് കെയർ. നമുക്ക് കയ്യിൽ പൈസ ഉണ്ട്, 350 മില്യൻ്റെ അടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാം ഈ സീസണിൽ ആസ് പെർ റവന്യൂ നോക്കുകയാണെങ്കിൽ. നമ്മൾ ആകെ മേടിച്ചത് 35 മില്യൺ പൗണ്ട്സിന് ഒരു എഡേഴ്സിനെയാണ്. എന്നാൽ ആരെയാണ് നെക്സ്റ്റ് പരിപാടി എന്താണ്? ചൗമിനിയാണോ അതോ മത്തിയാസ് ഫ്രാൻസ് ആണോ? ഒരു ഐഡിയ ഇല്ല. നോ ന്യൂസ്. സംടൈംസ് നോ ന്യൂസ് ഇസ് എ ബിഗ് ന്യൂസ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് അങ്ങനെയും പറയാം. കാരണം മേ ബി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇതിൽ എത്ര പേർക്ക് കോൺഫിഡൻ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ അണ്ടർ ഇനിയോസ് വി ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ദിസ് മാർക്കറ്റിൽ എന്നുള്ളത്? കാരണം പല ക്ലബ്ബുകളും തുടക്കത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേര് വന്നിരുന്നെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേര് എവിടെയും കേൾക്കാനില്ല. പല ബിഗ് ക്ലബ്സ് ഇപ്പോൾ വന്നു, മാർക്കറ്റിലോട്ട് വന്ന് അവർ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഗുഹയിൽ ഒളിച്ച മട്ടാണ് ഇപ്പോൾ. ഇവരെല്ലാവരും പോട്ടെ, എന്നിട്ട് ഈ നമ്മൾ പറയില്ലേ ഈ കടിച്ച ഇറച്ചി കഷ്ണത്തിൻ്റെ ചിലപ്പോൾ ബാക്കിയാണ് ഞങ്ങൾ എടുത്തോളം പറഞ്ഞ മട്ടിലാണ് പീനിയോസ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് വറിയിങ് ടൈം. പക്ഷേ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഒരു പ്ലാനും ഇല്ലാതെ പോകുന്നതാണ് ഞാൻ കാണുന്നത്, അറ്റ്ലീസ്റ്റ് നൗ. അത് ചേഞ്ച് ആവട്ടെ, പെട്ടെന്ന് തന്നെ നമുക്ക് മത്യൂസ് ഫെർണാണ്ടസോ ചൗമീനിയോ ആരെങ്കിലുമൊക്കെ സൈൻ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത് നമ്മൾ ചൗമീനി മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട്, ഇപ്പോൾ റയൽ മാഡ്രിഡ് ചൗമീനി വിൽക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളിനി മത്യൂസ് ഫെർണാണ്ടസിന് മാറി ചൗമീനിക്ക് പോവുകയാണോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, കാരണം അതൊരു അപ്ഗ്രേഡാണ്. മത്യൂസ് ഫെർണാണ്ടസിൽ നിന്ന് ചൗമീനി ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. മേ ബി വി ക്യാൻ ഫിഗർ ഔട്ട് ഒരു അലക്സ് സ്കോട്ട് പോലത്തെ ഒരു പ്ലെയറിന് നമുക്ക് മേ ബി മത്യൂസ് ഫെർണാണ്ടസിന് പകരം കൊണ്ടുവന്നിട്ട് ചൗമീനെ കൊണ്ടുവന്നാൽ അവർ മിഡ്ഫീൽഡ് വിൽ ബി ബാലൻസ്ഡ്. നമുക്ക് ബെറ്റർ മിഡ്ഫീൽഡേഴ്സ് വരണം, എന്തായാലും വന്നേ പറ്റുള്ളൂ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്? അപ്പോൾ ലൂയിസ് ഹോൾ, സമ്മർവില്ല്, മത്യൂസ് ഫെർണാണ്ടസ്, ചൗമീനി, ഇതൊക്കെയാണ് നമ്മുടെ ലിങ്ക്ഡ് പ്ലേയേഴ്സ്. ഇതിൽ ആര് വരണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം? ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആരെയാണ് കാണുന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. പുതിയ ആൾക്കാരെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, ആൻഡ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ് യുവർ ഒപ്പീനിയൻസ്. സീ യു.